ഹായ് ഫ്രണ്ട്സ്, എവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു സെക്കുലൻ്റാണ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അലോവേര പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ട് ഒരു സൈഡിലൊക്കെ മുള്ളു പോലെ, പക്ഷേ എന്നാൽ അത് മുള്ളല്ല, മുള്ളു പോലെയൊക്കെ ഇരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ വളപ്രയോഗവും അതിൻ്റെ മിക്സ്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പ്ലാന്റ് ഒരെണ്ണമാണ് ഞാൻ വാങ്ങിയതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നനച്ചാലും മതി. കാരണം ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു സെക്കുലൻ്റ് ആണല്ലോ. ഇതിൽ ഇത് കണ്ടില്ലേ, 1, 2, 3 കുഞ്ഞു തൈ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മളിതിങ്ങനെ എടുത്തതിന് ശേഷം പതിയെ ഇത് നോക്കി അടർത്തി എടുത്താൽ മതി. അതില്ല ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പെർലൈറ്റ് ഇതുണ്ടല്ലേ, പെർലൈറ്റും കോക്കോപ്പിറ്റും കൂടെയുള്ള മിക്സറാണ്. പെർലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. പിന്നെ അത് മാത്രമല്ല ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, വൈറ്റ് കളറിലിരുന്ന സാധനമാണ് അത്. പിന്നെ ഇതിൻ്റെ ബാക്കി വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ കളറ് മാറി വന്നിരിക്കുന്നത്. ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഇതാണ്ടല്ലേ, കോക്കോപ്പിറ്റും പെർലൈറ്റും കൂടെ ഉള്ള മിക്സറാണ്. ഇതിൽ കൂടുതൽ വേറെ ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം വളരെ ലൈറ്റായിട്ട് രാസവളം ഉപയോഗിക്കാവുന്നതാണ്. രാസവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ 17 ആണെങ്കിൽ ഉപയോഗിക്കാം. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോവും. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ നടുന്നത്. നമുക്ക് ശരിക്കും ടേബിളിൻ്റെ പുറത്ത്, അതായത് വീട്ടിനകത്ത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ TV സ്റ്റാൻഡിൻ്റെ മുകളിലോ അതെങ്ങനെ വേണമെങ്കിലും നമുക്കത് വയ്ക്കാവുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ തൊട്ട് ഇങ്ങനെ നോക്കിയതിന് ശേഷം ജലാംശം കുറവാണെന്ന് തോന്നിയാൽ മാത്രം നനച്ചാൽ മതി. ഇതിൽ ഒരു പിങ്കല്ല, ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ച് കളറ് ഫ്ലവർ ഉണ്ടാവും. ഇതിലിപ്പോൾ ഫ്ലവറില്ല, ഫ്ലവർ പോയി തീർന്നു കഴിഞ്ഞു. ഇത് വളരെ ഭംഗിയുള്ള ഒരു അലോവേരയുടെ പൂ പോലെ തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ നടുമ്പോൾ ശകലം സാഫ് കൂടെ ഉപയോഗിച്ച് അതിൻ്റെ ആ മുറിവ് വന്ന സ്ഥലത്ത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഫംഗസ് വരില്ല. പിന്നെ നമ്മളിതിനെ ഇങ്ങനെ വേറെ അങ്ങോട്ട് ചുറ്റി ഇതിനകത്ത് വെച്ചതിന് ശേഷം മിക്സർ നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടുതൽ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും വെള്ളം നനയ്ക്കണമെന്നില്ല. നമ്മൾ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ നമ്മൾ ഇതിൻ്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 6 മാസം കഴിഞ്ഞ പ്ലാന്റാണ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം. അപ്പോൾ അതിന് ശേഷം എടുത്ത തൈകളാണ് ഇത്രയും. അപ്പോൾ നമുക്കിതിനെ കൂടുതൽ സൂക്ഷിച്ച് വളർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ തൈകൾ കിട്ടുന്നതാണ്. നമുക്കതിനെ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വലിയൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ തൈ എടുക്കണ്ട എന്നുണ്ടെങ്കിൽ അത് നിറഞ്ഞ് നമ്മുടെ ചെടിച്ചട്ടി നിറഞ്ഞിങ്ങനെ വരുന്നത്, അതും ഒരു ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.